ഈ 600 കുടുംബങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ മുഴുവൻ കുടുംബങ്ങളും കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അപകടം വന്നാൽ ഞങ്ങൾ ഇന്നലെ വരെ വിശ്വസിച്ചു പോയിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അവർക്ക് എന്താണ് അവരുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു വഖഫ് ഭേദഗതി ബില്ല് നടന്നതിന് ശേഷമാണ് BJPക്ക് സ്വന്തമായ ഒരു ഓഫീസ് അവിടെ ഉണ്ടായത്, BJPക്ക് മുൻപത്ത് പ്രവർത്തകരുണ്ടായത്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായത് വഖഫ് ഭേദഗതി ബിൽ നടപ്പിലാക്കിയതിനു ശേഷമാണ്. UDFന്റെ കൺവീനർ, ഈ സമരങ്ങളുടെ കൺവീനർ തന്നെ അവിടെ മത്സരത്തിന് രംഗത്തിറങ്ങി പിന്നീട് പിന്മാറി. അത് BJPയുടെ ഒരു കഴിവുകേടാണോ? അല്ല, അങ്ങനെയല്ല. അത് അവരവിടെ മത്സരത്തിന് ഇറങ്ങിയത് BJPയുടെ ചിഹ്നത്തിലല്ല ഇറങ്ങിയത്, അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇപ്പം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാൽ എൻ്റെ തീരുമാനമാണല്ലോ. UDFന് വേണ്ടിയാണ്. UDFന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ടത് UDFന്റെ നേതാക്കന്മാരാണ്. അതിൽ പറയാനുള്ള ആളല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം, കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ രണ്ടുപേരും കൃത്യമായ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. BJPക്ക് വോട്ടില്ലാത്ത പ്രദേശത്ത്, BJPക്ക് ഒരു പ്രവർത്തകൻ പോലും ഇല്ലാത്തടത്ത് BJPയുടെ നയം അവിടുത്തെ സാധാരണക്കാരനൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു. അതെങ്ങനെ നടപ്പിലാക്കി കൊടുക്കാം എന്നുള്ളതായിരുന്നു. ഒരു പാവപ്പെട്ടവന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ അഡ്രസ്സ് ചെയ്യാതെ പോകരുത് എന്നുള്ളതായിരുന്നു BJPയുടെ രാഷ്ട്രീയ നയം. ആ രാഷ്ട്രീയ നയം കൃത്യമായി നടപ്പിലാക്കി വിജയിച്ച സ്ഥലമാണ് മുനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.